കണ്ട കഥയുടെ ആ ഭാഗം അച്ചായന് ഫീൽ ചെയ്തു. അച്ഛേ, യഥാർത്ഥ ഫീല് 8ാമത്തെ സീൻ മുതലാണ് തുടങ്ങുന്നത്. താങ്ക് യു അച്ചായ, താങ്ക് യു. കണ്ട തുടക്കത്തിൽ തന്നെ ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് കണ്ട. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കങ്ങ് കൊല്ലടാ. മേലാൽ ഈ മാതിരി കഥകളോടെ പടി കടന്നു പോരും. നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ അച്ഛൻ, എന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതെടുത്ത് അങ്ങോട്ട് കാണിച്ചോട്. എന്തോ ആ പൂനെന്ന് കിട്ടിയ മടല്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാണക്കേട് ഉണ്ടാക്കുന്ന നീയൊക്കെ നോക്ക്. വ്യക്തമായ കഥയും തിരക്കഥയും തയ്യാറായിട്ട് ഞാൻ പടം പിടിക്കും. അങ്ങനെ ചെയ്യാവൂ. തന്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് പ്രതീക്ഷയില്ല. തനിക്ക് ഈ പണി നല്ലതല്ല, അറിയില്ല. ഇടോ നോക്ക്, ആധാരം എഴുത്തല്ല തിരക്കഥ രചന. തനിക്ക് ഭാവനയില്ല, ജീവിത അനുഭവവും ഇല്ല. നമുക്ക് വേറെ കഥ നോക്കാം. കൺട്രോളറെ, താനിതിൽ ഇടപെടണ്ട. അച്ചായ, ഞാൻ 12 പ്രാവശ്യം തിരുത്തി തിരക്കഥയത്. 10,000 പ്രാവശ്യം തിരുത്തിയാലും ഒരു പ്രയോജനം ഇല്ല. താൻ പോയേ. രാവിലെ അച്ചായന്റെ 3 മണിക്കൂറാണ് തൊലച്ചത്. ചില പാലം നടത്തിയിട്ടില്ല. ലൂക്കോസേ, എനിക്ക് വല്ലോ വിളമ്പി വെക്കടാ. ഇതൊന്ന് പിടിച്ചാട്ടെ. ഇനി ഇതുപോലെ മെനക്കെടുത്താൻ വന്ന ആ പട്ടി അഴിച്ചു വിടണം. എന്നാ കഥ പറഞ്ഞ അതിനെ കൊല്ലാനാ? നീരുന്ന് വിഴുങ്ങ്. സുശീല, നീ നോക്കൂ. ഈ വൈശാഖൻ ഈ അച്ചായനെ കൊണ്ട് തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഈ വർഷം തന്നെ ഞാൻ ഡയറക്ടർ ആവുകയും ചെയ്യും. ആവണം സാറേ, എത്രയും പെട്ടെന്ന് തന്നെ സാറ് ഡയറക്ടർ ആവണം. ഈ മലയാളികൾ കുറെ അനുഭവിക്കണം. ഇനിയിപ്പോ ആരും കേൾക്കൂലല്ലോ. ചോദിക്കുന്നുണ്ട്, വിഷമം തോന്നരുത്. സാറേ, സാറിന് വിശ്വാസമുണ്ടോ ഈ കഥ വെച്ചൊരു പടം ചെയ്യാൻ പറ്റുമെന്ന്? സുശീല, നോക്ക്. ഡ്രൈവറുടെ പണി നടത്തിയാൽ മതി കേട്ടോ. ഡ്രൈവർമാരും തൊഴിലാളികളും ഒക്കെയാ പടം കാണാൻ വരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. വണ്ടി എടുക്കടാ. ഓ, എന്നെ ഇറക്കിട്ടെ വണ്ടി സർവീസ് സെന്റർ ഒന്ന് കാണിക്കണം. കാറിന് AC കുറവാണെന്ന് തോന്നുന്നു. സാറ് കഥയിൽ പറയുന്നത് ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങൾ. കാറിൽ അല്പം AC കുറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളം. നോക്കി എടുക്കടേ. ഇന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യാം സാർ. സാർ, ഇവിടെ വരുന്ന പേപ്പർ അതാത് ദിവസം തന്നെ രജിസ്റ്റർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട സാർ. അത് പക്ഷേ പറഞ്ഞില്ലേ, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. സാർ, ഇനി അത് ആവർത്തിക്കില്ല സാർ. ഞാൻ കൺസേൺ പേഴ്സൺ ഇന്ന് തന്നെ മെമ്മോ കൊടുത്തോളാം സാർ. സാർ, ഞാൻ ആ എത്തിയോ? മാറ്റിന് സിനിമ കാണാമെന്നാ. എന്താ സാർ? എന്താന്നോ? കേക്ക. വൃത്തികേട് സാർ. എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇത്രയും കേട്ടിട്ട് താൻ ഫയൽ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് കളക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയ തെറിയും ശകാരവുമാണ്. താനോടെ കേട്ടോട്ടെ എന്ന് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. ഇന്നലെ വന്ന നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടി താൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. തന്നെ കൊണ്ട് ഞാൻ മടുത്തു. ഇന്ന് തന്നെ തനിക്ക് ഞാൻ മെമ്മോ ചെയ്യും. മെമ്മോ ആക്കണ്ട സാർ, അങ്ങ് പിരിച്ചു വിട്ടേക്കണം. സാറിന് അറിയാമല്ലോ, ബേസിക്കലി ഞാനൊരു കലാകാരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗം ഞാൻ ചുമക്കുന്ന ബാധ്യതയാണ്, അച്ഛനോടുള്ള ബാധ്യത. എനിക്ക് സിനിമയോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഓഫീസിലെ ഒരു സെക്ഷൻ നേരെ ചൊവ്വേ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത താൻ എങ്ങനെയാടോ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യും? എടോ, ജീവിതം മനസ്സിലാക്കിയവനെ ഒരു കലാകാരനാകാൻ പറ്റും. ഏതായാലും അടുത്ത ആഴ്ച കളക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉറപ്പാ. അതോടെ തനിക്ക് ഫുൾ ടൈം കലാകാരനാകാം.
ഒന്നുകിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. ആയിക്കോട്ടെ സാറേ, സാറിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം, എന്നിട്ട് പറ. സാർ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയും. ഡോ തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കഥ പറയരുതെന്ന്. അവന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് താനൊന്ന് ഒപ്പിട്ടേച്ച് പൊക്കോളാവോ. മെമ്മോ തയ്യാറാക്കി ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടേക്കാം. ഓ ഇവനെയൊക്കെ ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. പടം എന്നാ സാറേ റിലീസ്? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ കണ്ട സിനിമാക്കാർ സാധാരണക്കാരനൊരു അകലം സൃഷ്ടിക്കുന്നത്. മര്യാദയ്ക്ക് പെരുമാറാനും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഈ ഗോഡൌണിൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ വന്നിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒരു പ്രൊഡ്യൂസർ ഒക്കെ പറഞ്ഞാൽ അപ്പം ഞാനിതെല്ലാം കളഞ്ഞിട്ടു പോകും. പിന്നെ എല്ലാം പ്രൊഡ്യൂസർ അനുഭവിച്ചോളൂ. പറഞ്ഞോ. അതേ, സിനിമാക്കാരുടെ എല്ലാം കരിയോഗ്രാഫിന്റെ തുടക്കത്തിൽ ഇതിനേക്കാൾ വലിയ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷ്മി കണ്ടോ, ഞാൻ സ്റ്റോറി ബോർഡ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കി. എന്റെ വൈശാഖൻ സാറേ, ഞാൻ എളുപ്പം തിരക്കില്ല. ബാലകൃഷ്ണൻ എന്തോ നിന്നോ. രാജീവേ, കഥ വല്ല പ്രൊഡ്യൂസർമാരെ കൊണ്ട് കാണിക്കും സാറേ, എനിക്ക് വേറെ പണിയുണ്ട്. നോക്കണോ, കലാബോധമില്ലാത്ത വർഗങ്ങള്. ഹലോ, അങ്ങേരുണ്ടാ? ഓ ചെല്ല്. ഓ, രക്ഷപ്പെട്ടു. സാർ, ഞാൻ നേരത്തെ വന്നിരുന്നു. അപ്പൊ സാർ എത്തിയിരുന്നില്ല. എന്റെ റീസർവേയുടെ കാര്യം അറിയാനാ. ഫയൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സബ്മിറ്റ് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് വരും. അയ്യോ, 2 ആഴ്ച മുമ്പ് വന്നപ്പോഴും ഇത് എന്നാ പറഞ്ഞത്. ഇത് ഇത്തിരി കഷ്ടമാ സാറ്, ഞങ്ങൾ പരീക്ഷിക്കരുത്. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സമയം എടുക്കും. ഓഫീസിൽ കമ്പ്യൂട്ടറും കഥ പറച്ചിലും ഒക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ സമയം എടുക്കും. ഇത്തിരി കഷ്ടമാ സാറേ. താൻ എന്താണ് പറഞ്ഞത്? തന്റെ ശാസനം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഫയൽ വിടുന്നുള്ളൂ. എന്താ പൈസ ഇവിടെ ഒരു ബഹളം? ആദ്യം ക്ലാർക്കുമാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പഠിക്കും സാറേ. ഈ ഓഫീസിൽ കയറി ഇറങ്ങി എന്റെ 3 ചെരുപ്പാ തേഞ്ഞത്. ചുമ്മാ ചെരുപ്പ് ഇട കൊടുക്കാൻ എന്റെ കാശൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാണാം. എടോ, ആ റീസർവേയുടെ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ ഇന്നലെയും കൂടെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഇനി ഞാൻ ആക്ഷൻ എടുക്കും. ക്ലർക്കുമാർ ചെയ്യുന്ന ഓരോ തെറ്റിന് തെറി കേൾക്കുന്ന സാറിനാ. തന്റെ അച്ഛൻ എത്ര ഭേദമായിരുന്നിടോ. ചില മക്കള് കാരണം തെറി അച്ഛന്മാർക്കാണ്. ഇവനെയൊക്കെ അച്ഛനെ പറഞ്ഞാ മതി. അല്ലെങ്കിൽ അവസാന ആഗ്രഹമായിട്ട് അച്ഛന്റെ ജോലിക്ക് ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് മരിക്കായിരുന്നില്ലേ? ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണ്ടേ മോളെ? അല്ലേലും അമ്മ എപ്പോഴും 3 സൈഡല്ലേ. ഇത് എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മഹാരാജാവ് എഴുന്നള്ളി. നീ അവനെ മനപ്രയാസപ്പെടുത്തല്ലേ. അമ്മ ചുമ്മാ ഇരുന്നേ. മോളെ, ഡയറക്ടർ ആണെന്ന് നിന്നേ. ഇതൊന്ന് വായിച്ചു നോക്ക. അത് ശരി, അപ്പൊ ചേച്ചിയും കഥ എഴുതി തുടങ്ങിയല്ലേ? ഇത്രേ ഉള്ളൂ എന്റെ ചേച്ചി. ഇതൊക്കെ ബാങ്കുകാരുടെ ഒരു വിരട്ടല്ലേ. കുടിശ്ശികൊക്കെ അടച്ച് പറമ്പിന്റെ പ്രമാണം ഞാൻ എടുത്തു തരും, പോരെ? പണയം വെച്ച് ലോൺ എടുത്തത് കളിച്ചു കളയാനായിരുന്നില്ലല്ലോ. ടെലിവിഷൻ സീരിയലൊക്കെ എടുത്തില്ലേ? അത് പുറത്തു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടി ആയിരുന്നു പേര്. പിന്നെ ദുഷ്പേര്. അമ്മ നോക്കൂ, ഒരു 6 മാസം. അതിനിടയിൽ ഞാൻ ചെയ്യുന്ന പടം പുറത്തു വന്നിരിക്കും. അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ണടക്കില്ല. അമ്മേ, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീടിന്റെ പ്രമാണം എനിക്ക്. ആ മോഹം മനസ്സിൽ വെച്ചേര്. പറമ്പിൽ കൃഷി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന നിനക്ക് കിട്ടുമായിരുന്നല്ലോ സിനിമ പിടിക്കാനുള്ള കാശ്. കാറും കമ്പ്യൂട്ടറും ബർഗറും സ്ക്രിപ്റ്റ് എഴുതാൻ കോട്ടേജും. എടാ, ഈ കിടക്കുന്നതിലെ കാച്ചിൽ ഏത് ചേമ്പേതെന്ന് നിനക്ക് തിരിച്ചറിയാമോ? കാച്ചിലേതാണെന്ന് ചേച്ചി പറഞ്ഞു കൊടുത്ത ചേമ്പേതാണെന്ന് സാറ് പറയൂലേ? അല്ല, ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വൈശാഖം കളറൊന്നുമല്ല. അളിയൻ വിളിക്കും പറഞ്ഞേക്ക് ബാങ്കിൽ നിന്ന് പ്രമാണം ഞാൻ എടുത്തു കൊടുക്കുന്നു. പിന്നെ അമ്മേ, ഞാൻ ഡെവലപ്പ് ചെയ്ത കഥ അമ്മ ഒന്ന് കേൾക്കണം. അടുക്കളയിൽ എന്തോ പോഞ്ഞു നാറുന്നു. അമ്മേ ഒന്ന്. എടി നീ സാർ എന്നോട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ചെവി നന്നായിട്ട് കേട്ടേ കൂടാ. പെണങ്ങല്ലേ സാറേ, നമുക്ക് സിനിമ ചെയ്യാനുള്ളതാണ്. അതെ, സാറിന്റെ രീതികൾ തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല. സർക്കാർ ആഫീസും സിനിമാ പിടുത്തു അത് തമ്മിൽ ഒരു യോജിപ്പില്ല. പോയി ചായ എടുത്തോണ്ട് വേടാ. ഓ, സംയായന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല.
വൈശാഖ എന്താ അച്ഛാ? ആ പാട്ടൊന്ന് നിർത്തി, നീ ഇവിടെ വന്നിരിക്കും. റീമിക്സ് ചെയ്യാൻ പറ്റിയ പാട്ടാണച്ചാ. ചാകാൻ കിടക്കുമ്പോഴാടാ നീ മേലത്തെ കാര്യങ്ങളൊക്കെ പറയണത്. ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കടാ. ഈ അസുഖത്തിന്ന് ഇനി മോചനമില്ല. ഞാൻ മരിച്ച നീ വേണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ. 5 പൈസ പോലും വെറുതെ കളയരുത്. അധ്വാനിക്കണം. എന്റെ ജോലി നിനക്ക് കിട്ടും. നീ ആ ജോലിക്ക് പോണം. അച്ഛാ, എനിക്ക് സർക്കാർ ജോലി വേണ്ട, ഫിലിം ഡയറക്ടർ ആയാൽ മതി. നടക്കുന്ന കാര്യം ആഗ്രഹിക്കാവൂ. പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുയൽ മുക്കിയ മുയൽക്കാട്ടം ആനപ്പിണ്ടോ ആവില്ല. നീ സർക്കാർ ജോലിക്ക് പോയാ മതി. ഭാനുമതി, ശ്യാമേ, എന്തോ നിങ്ങൾ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്റെ അന്ത്യാഭിലാഷമാണ്. അച്ഛാ, എനിക്ക് സ്ക്രിപ്റ്റിനും ഡയറക്ഷനും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ലേ? എന്റെ സ്ക്രിപ്റ്റ് അച്ഛൻ ഒന്ന് കേൾക്കണം. അയ്യോ, വിജനമായ ഒരു സ്ഥലം, അവിടെ അച്ഛാ, 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 സാർ ചായ, ചായ, ചായ. കഷ്ടം. സാർ എന്റെ വീട്ടിലും കൂടെ ഒന്ന് കഥ പറയാൻ വരുമോ? എന്റെ ഒരു മുത്തശ്ശി കളവിക്ക് ഒടുക്കത്തായി സാ. മാപ്പ് പറയടാ. എന്താ ഈ കാര്യത്തിൽ ഇടപെടരുത്. എടാ മാപ്പ് പറയടാ. എടാ ഏറ്റവും വിട്ട് മാപ്പ് പറയടാ. കാര്യം പറയടോ. ഹംസക്കയുടെ കടയിൽ വെച്ച് ആരോ വൈശാഖട്ടിന് കളിയാക്കി. സിനിമ പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. എല്ലാരും ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒന്ന് ചിരിച്ചു. അതിനെങ്ങനെ? എടാ ഇത് കൂടെ ചിരിച്ചവന്മാർക്കുള്ളതാ. നോക്ക്, ചിരിച്ചവന്മാരുടെ പോയി പറഞ്ഞേക്ക്. അവസാന ചിരിച്ചിരിക്കുന്ന ഈ വൈശാഖനായിരിക്കും. നീയൊക്കെ എന്റെ പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുള്ളൊരു ചിരി. നീ ഇപ്പൊ ഉള്ളി ചിരിച്ചില്ലടാ. അമ്മയാണ് ചിരിച്ചില്ല. നീ ചിരിച്ചു. മാപ്പ് ചേച്ചി, മാപ്പ് ചേട്ടാ, മാപ്പ്. എന്തൊരു തലയിലെടുത്ത ഈശ്വരാ. കള്ളം കുടിച്ച് നാട്ടുകാരെ തല നടക്കാണോ? എന്റെ കുഞ്ഞിന്റെ ഒരു സിനിമ പിടുത്തം കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനം ഇല്ലാണ്ടായത്. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, നിന്നെ പറഞ്ഞാലും സഹിക്കും. പക്ഷെ വൈശാഖ സാറിനെ പറ്റി ആരെങ്കിലും പറഞ്ഞോണ്ടല്ലോ, ആര് വേണമെങ്കിലും തല്ല. സാറിനെ കളിയാക്കുന്നവര് ഓടിച്ചിട്ടതല്ല. സാറിന്റെ സിനിമയിൽ ഒരു ചാൻസ് തന്നാ മതി, ഒരു ഡയലോഗ്. സിനിമയ്ക്ക് വേണ്ടിയാ നാടകത്തിൽ നിന്ന് മാറി. ഇപ്പൊ നാടകവും ഇല്ല, സിനിമയില്ല. ദിവസം 3-4 നാടകം കളിച്ചോണ്ടിരുന്ന ആളാ. നല്ല നടന്റെ ഒരു ഗതികേട്. സിനിമ കിട്ടുവടേ, വൈശാഖ സാറിന്റെ സിനിമ. അതിൽ ഒരു ഡയലോഗ് ആരായിട്ട് ഞാൻ അഭിനയിക്കും സാർ. പിച്ചക്കാരൻ മുതലാളി, വില്ലൻ, നായകൻ, മണ്ടിപ്പള്ളി പ്രേംനസീർ, സോമൻ, തിരുമേനി, ജയൻ, ജഗ്ഗു. പോയേ വേണ്ടേ? ഒന്ന് വന്നേ മനുഷ്യ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. നടക്ക്. അല്ല സാറേ, ആ പ്രൊഡ്യൂസറെ ഒന്ന് തല്ലിയാല പേടിപ്പിച്ച് നമുക്ക് സിനിമ എടുക്കാം. അതിലൊന്നും കയറി തലയിടരുത്, പറഞ്ഞേക്കാം. മോനെ, എന്തോ ആ ജയനെ ഒന്നോടൊന്ന് കാണിക്കാവോ? ഒന്ന് പോടോ. ഇങ്ങോട്ട് വാ മനുഷ്യ. നടക്കങ്ങോട്ട്. ഇനിയും എന്തൊക്കെയാണോ കാണ്ടി വരിക?
വൈശാഖ മൂരാച്ചി വെള്ളാനകളുടെ നേതാവ് രാജിവെക്കു പുറത്തു പോകൂ രാജിവെക്കു പുറത്തു പോകൂ നിക്ക് നിക്ക് എങ്ങോട്ടാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വായിച്ചു നോക്ക്. ഓഫീസിൽ കൃത്യമായി എത്താത്ത ജീവനക്കാരെ പിരിച്ചുവിടുക. കേരളത്തിലെ ചലച്ചിത്ര സമൂഹം നിങ്ങളെ പൊറുക്കില്ല. കേരളത്തിലെ ചലച്ചിത്ര സമൂഹം തന്നോടായിരിക്കും പൊറുക്കാത്തത്. എന്തായി കാണിക്കുന്നത്? എന്ത് പോക്കിരിത്തരമാണ് കാണിക്കുന്നത്? മാറി സാർ, പോലീസിനെ വിളിക്കണം സാർ, പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിക്കണം, പോലീസിനെ വിളിക്കണം. നിക്ക് നിക്ക് സാർ, ഞാൻ SPPയുടെ മണ്ഡലം പ്രസിഡന്റാണ്. സാറിനെ ഞങ്ങൾക്ക് മതിപ്പാ. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം സാറ് കേട്ട് കാണുമല്ലോ. മെഡിക്കൽ കോളേജിലെ കൈക്കൂലിക്കാരനായ ഡോക്ടർക്ക് ചെരുപ്പുമാല ഇട്ടത് ഈ ഞങ്ങളാ. ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇയാളെ ഈ ഓഫീസിൽ മാത്രമല്ല ഇയാളെ വീട്ടിൽ ഞങ്ങൾ വിക്കറ്റ് ചെയ്യും. താനൊന്നും ഉണ്ടായിരുന്നേ. പ്ലീസ് നിങ്ങൾ വരൂ. വാ, താനും വാ. നടക്ക. വൈശാഖ, വടി കൊടുത്ത് വാങ്ങിച്ച അടിയത്. എടോ, ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞാലത്തെ സ്ഥിതി താനൊന്ന് ആലോചിച്ച് നോക്ക്. താൻ ചെരുപ്പുമാല ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ലോകം മുഴുവനും കാണും. പിന്നെ എങ്ങനെയാടോ തനിക്കൊരു സിനിമ കിട്ടുക? ഞാനൊരു ഓപ്ഷൻ വെക്കാം. താനൊരു 5 വർഷത്തേക്ക് ലീവ് എടുക്കുക. ലീവ് വിത്തൗട്ട് അലവൻസ്. അതായത് ലീവ് ഫോർ ബെറ്റർ എംപ്ലോയ്മെന്റ് വിത്തിൻ ദ കൺട്രി. അങ്ങനെയാവുമ്പോൾ തനിക്ക് സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. ചെരുപ്പൊട്ട് ദേഹത്ത് വീഴുകയില്ല. ലീവ് ആയാലും ശരി, രാജിയായാലും ശരി, ഇയാൾ കുറെ കാലം ഈ ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ആഗ്രഹത്തെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സിറ്റുവേഷൻ അറിയുമ്പോൾ മകൻ ലീവ് എടുത്തതിൽ അദ്ദേഹം സന്തോഷിക്കും. അതല്ല, ജോലിയിൽ തുടരാനാണ് പോവെങ്കിൽ ഞങ്ങൾക്ക് ജോലിയാകും. ദാ, ലീവ് ഫോം റെഡിയാണ്. താൻ ഇതിന്റെ അടിയിലൊന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ഫില്ലപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഉടനെ സാങ്ഷൻ ആയിക്കോളാം. അല്ല സാർ, ലീവ് എടുത്ത് തന്നിട്ടും പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം സാർ? ഓഫീസ് കാര്യങ്ങൾ തനിക്കറിയാവല്ലോ. ഓ, അതറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. എടോ, 5 വർഷത്തേക്ക് ലീവ് എടുത്താലും എപ്പോൾ വേണേലും ലീവ് ക്യാൻസൽ ചെയ്ത് റീജോയിൻ ചെയ്യാം. വൈശാഖൻ, ഒപ്പിട്. ലീവ് എടുത്തില്ലെങ്കിലും സസ്പെൻഷൻ ഉറപ്പാ. അങ്ങനെ തന്നെ. 2 വെച്ച് കൊടുക്കടാ വാസു. ഇന്നാണ് ഈ ഓഫീസിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. PSC ലിസ്റ്റ് ഇല്ലാത്ത കാരണം വേക്കൻസി എംപ്ലോയ്മെന്റിനായിരിക്കും ഫില്ല് ചെയ്യേണ്ടത് അല്ലേ സർ? ഇന്ന് തന്നെ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ചെയ്യണം. താൽക്കാലികക്കാരനായി വരാൻ പോകുന്നവൻ കലാകാരനോ സിനിമാക്കാരനോ ആകാതിരുന്നാ മതി എന്റെ ഭഗവാനെ. നിനക്ക് എന്നാടി പറ്റിയേ? ഒന്നും കഴിച്ചില്ലായിരുന്നോ? ആ എടി, ഇവക്കൊന്നും കൊടുത്തില്ലായിരുന്നോടി? അതൊക്കെ കൊടുത്തതാ. ചേട്ടാ വന്ന് കഴിക്ക് വാ. എന്നിട്ട് പിന്നെ ഒരു ആട്ടം പോലെ. ചമ്മന്തി ഇല്ലടി? എന്നാ പറ്റിയ അമ്മച്ചി? ഭയങ്കര പുളിയാന്നല്ലോ ഇതിന്. പുളിയുണ്ടോ? അയ്യോ, നേരാ. ഞങ്ങള് കഴിച്ചപ്പോ അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഇല്ലേടി? എന്റെ ഏടത്തിയമ്മ എന്തായാലും ബുദ്ധിമുട്ടും അടുക്കളയില്. അത് കൊള്ളാം. ആ ബ്രോക്കർ സ്റ്റീഫൻ വന്നിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞു? അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മുമ്പ് വന്ന ആലോചന പോലെ തന്നെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള ഒരു ഇഷ്ടക്കേട്. ഈ ജീവിച്ചിരിക്കുന്നവരെങ്ങനെയാന്ന് നോക്കണ്ട് മരിച്ചവരുടെ ഗുണദോഷങ്ങൾ നോക്കുന്ന ഒരാള് എന്റെ പെങ്ങൾക്ക് വേണ്ട. ഇതെന്നാ കഷ്ടം? എന്റെ അച്ഛൻ മാത്രമാണ് ഇവിടെ ആത്മഹത്യ ചെയ്തേക്കുന്നത്. ആത്മഹത്യ അല്ലെങ്കിൽ ജാതദോഷം എന്നാങ്കിലും പറഞ്ഞിട്ട് വരും. എത്ര തലമുറയ്ക്ക് ഇരുന്നുണ്ടാനുള്ള വകയാ ദൂർത്തടിച്ച് കളഞ്ഞേ. അവസാനം കടക്കാര് വന്നപ്പോ മക്കളെ കുറിച്ച് പോലും ആലോചിക്കാതെ. അതുകൊണ്ടല്ലേ പുലർച്ചെ കോഴി കൂവുന്നത് മുതൽ പാതിരാത്രി വരെ നീ ഇങ്ങനെ വിശ്രമമില്ലാതെ ഓടുന്നത്? അമ്മ എന്നാ അതിനെ തൊട്ടതിനും പിടിച്ചെനിക്ക് അച്ഛനെ കുറ്റം പറയുന്നേ? അച്ഛനുണ്ടാക്കിയ കടമൊക്കെ ഞാൻ വീട്ടിൽ പോളാം. എന്നാൽ ലോൺ കറക്റ്റ് സമയത്ത് പാസ്സായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഉണ്ടായേന. അമ്മ, സെക്രട്ടേറിയറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ എൻ്റെ പേരുണ്ടാവുന്ന കാര്യം ഉറപ്പാ. അതോടുകൂടി ഒരു ലോൺ എടുത്ത്
നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാന്നേ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാമൻ ചേട്ടേ എന്നാ ഉണ്ട്? ഒരു രജിസ്റ്റേർഡ് ഉണ്ട് പ്രിയ. എംപ്ലോയ്മെന്റ് ചായ കുടിച്ചായിരുന്നു? ഞാനവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാവുമ്പോ പറഞ്ഞതേ. അമ്മ എനിക്ക് ജോലി കിട്ടിയമ്മ. താലൂക്ക് ഓഫീസിലാ. എനിക്കറിയാം വേക്കൻസി. ബാക്കിയുള്ളതിനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് തന്നേക്കൂ സാർ. ഇത് എന്നാ അഴുക്കാന്ന്? ഇതൊന്നും നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ? വട്ടനാന്ന് തോന്നുന്നു. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സർക്കാർ ഓഫീസ് വൃത്തിയാക്കുവോ? ഡോ ഇങ്ങോട്ടിറങ്ങി വാടൂ. സാറിന് കരുതി നിന്നോണേ. ഞാൻ മോളിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ പൊടിയായിരുന്നു. എന്താ ഇത്? സോറി. ഇത് ആരാന്നറിയാവോ? തഹസിൽദാരാണ്, തഹസിൽദാർ. ആന്നോ? അയ്യോ എനിക്ക് സാറേ ഒരു മിനിറ്റ് കേട്ടോ. ബോംബാണോ? പൊട്ടുമ്പോ അറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എംപ്ലോയ്മെന്റ് വേക്കൻസിയിൽ വന്നതാ. പ്രിയദർശൻ എന്നാ പേര്. പ്രിയെന്ന് എല്ലാവരും വിളിക്കുന്നത്. തോന്നക്കാടാ കേട്ടോ സ്ഥലം. രാവിലെ 6 മണിക്ക് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നായിരുന്നു. അവിടെ വെച്ചാൽ വല്യപ്പം ഗുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അഡ്രസ്സ് തപ്പി പിടിച്ച് നേരെ ഇങ്ങ് പോകും. അതൊക്കെ ശരി. താൻ എന്തിനാ ഇതിന്റെ മോളി വലിഞ്ഞു കയറിയത്? അത് ഈ സാറേ ഈ വീടും നമുക്ക് വൃത്തിയായിട്ട് ഇടുന്ന ഞങ്ങൾ തോന്നക്കാടുകാർക്ക് സഹിക്കല. അവിടെ ഓഫീസിന്റെ അവിടെ ഒക്കെ ഭയങ്കര കാടും പടലും വരുന്നേ. കുറെയൊക്കെ ഞാൻ വെട്ടി തെളിച്ചു. സാറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. അത് വല്ല അണലിയായിരിക്കും, ഒന്നും ചെയ്യില്ലല്ലോ. സാറേ അതെ അവിടെ ഈ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ കീറി സ്റ്റിക്കറെ കൊണ്ട് ഓടിക്കാൻ. ഇതിപ്പോ സാറോ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും കീറി കളഞ്ഞാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. 10-15 വർഷമായിട്ടുള്ള ശീലമാണ്. ആണ്ടെ ഇപ്പോ ഷീറ്റ് അടിക്കുന്ന സമയം. നിന്നെ പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നീ വാ.